ആവേശമലതല്ലിയ അന്തരീക്ഷത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും അധികാരമേറ്റത്. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പിയെത്തിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കിയാണ് സംസ്ഥാനത്തെ 12ാമത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. CPI നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ ഇ ചന്ദ്രശേഖരനാണ് രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ ചന്ദ്രശേഖരൻ ആയ ഞാൻ കേരള സംസ്ഥാനത്ത് ഒരു തുടർന്ന് വിവിധ കക്ഷി നേതാക്കളായ മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ ഊഴമായിരുന്നു. മാത്യു ടി തോമസ് ആയ ഞാൻ, AK ശശീന്ദ്രൻ ആയ ഞാൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി ആയ ഞാൻ, തുടർന്ന് AK ബാലൻ, ഡോക്ടർ KT ജലീൽ, EP ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, J മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ, അഡ്വക്കേറ്റ് K രാജു, TP രാമകൃഷ്ണൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, KK ശൈലജ ടീച്ചർ, G സുധാകരൻ, VS സുനിൽകുമാർ, P തിലോത്തമൻ, ഡോക്ടർ TM തോമസ് ഐസക് എന്നിവരെ ഓരോരുത്തരെയായി സത്യപ്രതിജ്ഞ ചൊല്ലാൻ ക്ഷണിച്ചു. ഗവർണർ ചൊല്ലിക്കൊടുത്ത സത്യവാചകം ഓരോരുത്തരായി ഏറ്റുചൊല്ലിയപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആവേശം അലതല്ലി. മാത്യു ടി തോമസ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KT ജലീൽ എന്നിവർ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചൊല്ലിയപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് 16 മന്ത്രിമാരും ദൃഢപ്രതിജ്ഞയാണ് എടുത്തത്. വൈകിട്ട് 4-ന് ആരംഭിച്ച ചടങ്ങ് 4:50 പൂർത്തിയായി. മന്ത്രിസഭാംഗങ്ങൾക്കൊപ്പമുള്ള ഗവർണറുടെ ഫോട്ടോ സെഷനോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായി. അങ്ങേയറ്റത്തെ ആവേശം മുറ്റുന്ന അന്തരീക്ഷത്തിലാണ് പിണറായി വിജയൻ മന്ത്രിസഭ അധികാരമേറ്റത്. 10,000 ചടങ്ങിന് സാക്ഷിയായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും സാലി മുഹമ്മദ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുമ്പോൾ ആവേശമല്ലതല്ലിയത് അത്രയും സദസ്സിലാണ്. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവാൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം 10,000ങ്ങളാണ് എത്തിയത്. ഇടതിന്റെ കരുത്തരായ നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, VS അച്യുതാനന്ദൻ, HT ദേവഗൌഡ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അങ്ങനെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, നടൻ മമ്മൂട്ടി ഉൾപ്പെടെ സിനിമാ രംഗത്തു നിന്നുമുള്ള അഭിനേതാക്കളുടെയും സംവിധായകരുടെയും വലിയ നിര, വിവിധ സഭമേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കൾ, അങ്ങനെ പ്രൗഢഗംഭീരമായ സദസ്സ് പുതിയ മന്ത്രിസഭയുടെ ആദ്യ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി എത്തി. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ചടങ്ങിന്റെ തിളക്കം കൂട്ടി. മന്ത്രിമാരും MLA-മാരും സകുടുംബമാണ് ചടങ്ങിനെത്തിയത്. വേദിയിൽ മിനുക്കുപണികൾ ബാക്കിയായ പകൽ പുലരും മുൻപേ തന്നെ സെൻട്രൽ സ്റ്റേഡിയം ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നവരെ കാണാമായിരുന്നു. ഉച്ചയായപ്പോഴേക്കും തലസ്ഥാന നഗരി നിറഞ്ഞു. പിന്നീടുള്ള നിമിഷങ്ങൾ കണ്ടത് ജനകീയമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പു നൽകിയ സർക്കാരിന്റെ ചരിത്ര മുഹൂർത്തത്തിൽ സദസ്സിലെ ചരിത്രമാവാൻ തിങ്ങി നിറഞ്ഞ ജനസാഗരമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയ ജനപിന്തുണ സത്യപ്രതിജ്ഞാ ചടങ്ങിലും പ്രതിഫലിച്ചു. അക്ഷരാർത്ഥത്തിൽ പുതിയ സർക്കാരിനും അത് വലിയ കരുത്താകും. 4-ന് തുടങ്ങി 1 മണിക്കൂർ നീണ്ട ചടങ്ങിലുടനീളം അതിന്റെ ഓരോ നിമിഷങ്ങളിലും ആവേശം പകർന്ന് ഒപ്പം ചേർന്നു സദസ്സും. കരഘോഷങ്ങൾ, മുദ്രാവാക്യം വിളികൾ, ജനസാഗരമായ സെൻട്രൽ സ്റ്റേഡിയം ആവേശാരവത്തിൽ മുങ്ങി. ഇങ്ങ് വേദിയിൽ പുതിയ സർക്കാരിന് എല്ലാ അംഗീകാരങ്ങളും നൽകുന്ന പ്രചോദനങ്ങളായി മാറി അവ. കേരളത്തിന്റെ പരിച്ഛേദം തന്നെ സദസ് കൈയടക്കിയപ്പോൾ പ്രൗഢഗംഭീരമായ ചടങ്ങിനാണ് സാക്ഷ്യം വഹിച്ചത്. ചരിത്രത്തിന്റെ കൂടി ഭാഗമായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ബിച്ചു കോവശലിനൊപ്പം സൗമ്യ മധുസൂദനൻ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും ആദ്യ ഔദ്യോഗിക പരിപാടി ഗവർണറുടെ സൽക്കാരമായിരുന്നു. രാജ്ഭവനിൽ നടന്ന വിരുന്നിൽ മന്ത്രിസഭാ അംഗങ്ങളെയെല്ലാം കുടുംബസമേതമാണ് പങ്കെടുത്തത്. ലളിതമായ സൽക്കാര ചടങ്ങ് 20 മിനിറ്റ് നീണ്ടുനിന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമെത്തിയത് രാജ്ഭവനിലേക്കാണ്. ഗവർണർ ജസ്റ്റിസ് P സദാശിവം ഒരുക്കിയ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് പുറകെ മറ്റു മന്ത്രിമാരും സൽക്കാരവേദിയിലെത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും വിരുന്നിനെത്തിയിരുന്നു. എല്ലാവരെയും ഗവർണർ അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ചു.
ഔദ്യോഗികമെങ്കിലും തീർത്തും അനൗപചാരികമായിരുന്നു ഗവർണറുടെ സൽക്കാര ചടങ്ങുകൾ. മന്ത്രിമാരേറെയും കുടുംബസമേതമാണ് വിരുന്നിനെത്തിയത്. ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ള ഉന്നതോദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 20 മിനിറ്റോളം നീണ്ട വിരുന്ന് ലഘുഭക്ഷണത്തിനു ശേഷമാണ് അവസാനിച്ചത്. പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ കൊലക്കേസിൽ അന്വേഷണ സംഘത്തെ മാറ്റി ADGP B സന്ധ്യയ്ക്ക് അന്വേഷണ ചുമതല നൽകാൻ പിണറായി മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തെടുത്ത വിവാദ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കും. അപ്രഖ്യാപിത നിയമന നിരോധനം നീക്കാനും മന്ത്രിസഭയുടെ അടിയന്തര നിർദ്ദേശം. പൊതുസമൂഹം ചർച്ച ചെയ്ത പ്രിയ സഹോദരി ജിഷയുടെ കൊലക്കേസ് അന്വേഷണത്തിലെ വീഴ്ച പരിഹരിക്കുന്നതിനാണ് പിണറായി മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം. ഒപ്പം കുടുംബത്തിന് അടിയന്തര പുനരധിവാസവും. ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉള്ളൊരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്നാണ് കാണുന്നത്. ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട് 45 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാവും. ഇതോടൊപ്പം ജിഷയുടെ അമ്മ ഇനി വീണ്ടും മറ്റു വീടുകളിൽ ജോലിക്ക് പോകുന്ന അവസ്ഥ തുടരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ജീവിച്ചു പോകാൻ മാസത്തിൽ 5000 രൂപ പെൻഷൻ നൽകണം എന്നും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭ അവസാന കാലത്തെടുത്ത സംശയകരമായ തീരുമാനങ്ങൾ AK ബാലൻ കൺവീനറായ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കും. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ജനുവരി 1 മുതൽ ഒട്ടേറെ വിവാദ തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ എടുത്തിട്ടുണ്ട്, മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. അത്തരം വിവാദ തീരുമാനങ്ങൾ നിയമവിരുദ്ധമായവ, അതിനെക്കുറിച്ച് പരിശോധിക്കണം എന്നാണ് മന്ത്രിസഭ കണ്ടത്. അതാകെ വിശദമായി പരിശോധിക്കാൻ ഒരു മന്ത്രിസഭാ സബ് കമ്മിറ്റിയെ AK ബാലൻ കൺവീനറായിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്രഖ്യാപിത നിയമന നിരോധനം നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും. 10 ദിവസത്തിനകം വകുപ്പ് സെക്രട്ടറിമാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം. വിലക്കയറ്റം തടയാൻ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തും. ക്ഷേമ പെൻഷനുകൾ ഉയർത്തും. പെൻഷൻ തുക വീട്ടിൽ കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കാനും മന്ത്രിസഭ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പൊതുസമൂഹം ആഗ്രഹിക്കുന്ന നിർണായക തീരുമാനങ്ങളാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ജിഷയുടെ കൊലപാതകത്തിലെ വീഴ്ച പരിഹരിക്കുക, കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലെ തെറ്റായ തീരുമാനങ്ങൾ പരിശോധിക്കുക തുടങ്ങിയ കർശന നടപടികളും തീരുമാനങ്ങളിൽ ഉൾപ്പെടുന്നു. ക്യാബിനറ്റ് റൂമിന് മുമ്പിൽ നിന്നും MR സജീഷ്, തിരുവനന്തപുരം. പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചു. പൊതുഭരണം, ആഭ്യന്തരം, വിജിലൻസ്, പരിസ്ഥിതി, IT എന്നിവയുടെ ചുമതല മുഖ്യമന്ത്രി തന്നെ വഹിക്കും. 19 മന്ത്രിമാരുടെയും വകുപ്പുകളുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറി. പിണറായി വിജയന്റെ ദിവസം തുടങ്ങിയത് രാവിലെ 9 മണിക്ക് ഗവർണറെ കണ്ടുകൊണ്ട് 10 മണിക്ക് LDF യോഗത്തിനെത്തി. യോഗം തീർന്നപാടെ എത്തിയത് കൈരളി ആസ്ഥാനത്ത്. നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന ആ മണിക്കൂറുകളിൽ അദ്ദേഹം സന്ദർശിച്ച ഒരേയൊരു സ്ഥാപനം കൈരളിയായി. ആ വികാരം കേരളത്തിന്റെ പുതിയ നായകൻ ഇങ്ങനെ വാക്കുകളിൽ പകർത്തി. കൈരളിയുടെ സന്തോഷം എനിക്കും ഉണ്ടാകുന്ന സന്തോഷമാണ്, എനിക്കുണ്ടാകുന്ന സന്തോഷം കൈരളിക്കും സന്തോഷമാണ് തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. കൈരളി ചെയർമാൻ കൂടിയായ മഹാനടൻ ഭരത് മമ്മൂട്ടി അതൊരു പിറന്നാളാഘോഷ വേളയുമാക്കി. സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വെടിക്ക് ഒരു 3-4 പക്ഷികളെ നമ്മളിവിടെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആഘോഷത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് തന്നെ കേക്ക് മുറിക്കാൻ പറയും. അപ്പൊ കൈരളി കുടുംബത്തിന്റെ ആഹ്ലാദവും ആശംസകളും MD ജോൺ ബ്രിട്ടാസും പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധി എന്നുള്ളത് കൈരളി കുടുംബത്തിന്റെ കൂടി ഒരു വിജയമായിട്ടും സന്തോഷമായിട്ടും ഞങ്ങൾ കാണുന്നു. വളരെ തിരക്ക് പിടിച്ച ഒരു സമയമായിട്ട് പോലും അദ്ദേഹം കൈരളി കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വന്നതിൽ അദ്ദേഹത്തോട് നന്ദി ഞാൻ പറയുന്നു, കടപ്പാട് അറിയിക്കുന്നു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയെ വരവേറ്റത്. നടൻ ദിലീപും സന്നിഹിതനായിരുന്നു. തിരക്കിട്ട പകലിലെ 3/4 മണിക്കൂർ കൈരളി ടവേഴ്സിൽ ചെലവിട്ട പിണറായി വിജയൻ
കൈരളിക്ക് ഒരാഹ്വാനം കൂടി നൽകിയാണ് യാത്രയായത്. ഒരു പരസ്പര ബന്ധമാണ് നാം തമ്മിലുള്ളത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം നാടിനു വേണ്ടി കൈരളി നിർവഹിക്കുന്ന സേവനവുമാണ്. അത് തുടർന്ന് നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ കൈരളിക്ക് കഴിയട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, IT, ശാസ്ത്ര സാങ്കേതികം, പരിസ്ഥിതി, പൊതുഭരണമടക്കം സുപ്രധാനമായ വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യും. തോമസ് ഐസക്കിന് ധനകാര്യം കൂടാതെ കയർ, ലോട്ടറി, ടാക്സ് എന്നിവയുടെ കൂടി ചുമതലയുണ്ടാവും. EP ജയരാജൻ വ്യവസായവും കായികവും കൈകാര്യം ചെയ്യും. E ചന്ദ്രശേഖരൻ നായർ റവന്യൂ, ഭവന നിർമ്മാണം, സർവേ ഓഫ് ലാൻഡ് റെക്കോർഡ്സ് എന്നിവയുടെ ചുമതല വഹിക്കും. നിയമം, പാർലമെന്ററി കാര്യം, സാംസ്കാരികം, പട്ടികജാതിക്ഷേമം എന്നിവ AK ബാലന്റെ ചുമലിലാണ്. ആരോഗ്യം, സാമൂഹ്യക്ഷേമം എന്നിവയുടെ ചുമതല KK ശൈലജ ടീച്ചർക്കാണ്. പ്രൊഫസർ C രവീന്ദ്രനാഥാണ് വിദ്യാഭ്യാസ മന്ത്രി. കടകംപള്ളി സുരേന്ദ്രൻ വൈദ്യുതി, ദേവസ്വം എന്നിവയുടെ ചുമതലയുണ്ടാവും. സഹകരണം, ടൂറിസം എന്നിവയുടെ മന്ത്രി AC മൊയ്തീനാണ്. തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം എന്നിവ KT ജലീൽ കൈകാര്യം ചെയ്യും. എക്സൈസ്, തൊഴിൽ എന്നിവയുടെ ചുമതല TP രാമകൃഷ്ണൻ വഹിക്കും. പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ എന്നിവ G സുധാകരന്റെ വകുപ്പുകളാണ്. ഫിഷറീസ്, പരമ്പരാഗത വ്യവസായം, കശുവണ്ടി എന്നിവയാണ് J മേഴ്സിക്കുട്ടിയമ്മയുടെ വകുപ്പുകൾ. VS സുനിൽകുമാർ കൃഷി, വെറ്റിനറി സർവകലാശാല എന്നിവയുടെ ചുമതല വഹിക്കും. ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി എന്നിവയുടെ ചുമതല P തിലോത്തമനാണ്. വനം, വന്യജീവി, ആനിമൽ ഹസ്ബൻഡറി എന്നിവ K രാജു കൈകാര്യം ചെയ്യും. ജലവിഭവം, ശുദ്ധജല വിതരണം എന്നിവയുടെ ചുമതല മാത്യു T തോമസിനാണ്. തുറമുഖം, പുരാവസ്തു എന്നിവയുടെ ചുമതല കടന്നപ്പള്ളി രാമചന്ദ്രൻ വഹിക്കും. ഗതാഗതം, ജലഗതാഗതം എന്നിവ AK ശശീന്ദ്രനാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ പട്ടിക മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറി. വകുപ്പുകൾ സംബന്ധിച്ച് ഗവർണർ അനുമതി നൽകുന്നതോടെ ചീഫ് സെക്രട്ടറി വിജ്ഞാപനം പുറപ്പെടുവിക്കും. S ജീവൻകുമാർ, തിരുവനന്തപുരം. ക്രൂരമായ പോലീസ് പീഡനങ്ങളും വർഷങ്ങളോളം നീണ്ട മാധ്യമ വിചാരണകൾക്കും മുന്നിൽ തലകുനിക്കാത്ത ധീരനായ നേതാവാണ് പിണറായി വിജയൻ. വെല്ലുവിളികളെ ചങ്കുറപ്പോടെ നേരിട്ട പിണറായി വിജയനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം മുഖ്യമന്ത്രിയായി വരവേൽക്കുന്നത്. അടിയുറച്ച രാഷ്ട്രീയ പ്രതിബദ്ധതയും പോരാട്ടവീര്യവും നിശ്ചയദാർഢ്യവും ഒത്തുചേർന്ന കമ്മ്യൂണിസ്റ്റ്. അതാണ് പിണറായി വിജയൻ. പാറപ്പുറം സമ്മേളനത്തിന്റെ ചരിത്രമുറങ്ങുന്ന പിണറായി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമെത്തി കേരളത്തിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെയും അതുവഴി സംസ്ഥാനത്തിന്റെ ഭരണസാരഥ്യത്തിലേക്കും ഉയർന്ന അതികായൻ. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ സാരഥിയാകുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരത എന്തെന്ന് നേരിട്ടറിയുകയായിരുന്നു പിണറായി വിജയൻ. ജനപ്രതിനിധിയായിരിക്കുമ്പോഴായിരുന്നു ഈ ക്രൂരമായ പോലീസ് വേട്ടയാടൽ എന്നത് ഏറെ പ്രസക്തമാണ്. ഭീകരമായ പോലീസ് മർദ്ദനത്തിന്റെ അടയാളമായ ചോരപുരണ്ട ഷർട്ട് എടുത്തുയർത്തിയാണ് പിണറായി വിജയൻ പിന്നീട് നിയമസഭയിൽ പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനോട് പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു: ഇത് രാഷ്ട്രീയമാണ്. പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ പറയും. ഇത് പോലീസിനെ വിട്ട് ശരിപ്പെടുത്തി കളയാമെന്നാണെങ്കിൽ അത് നടക്കുകയില്ല. അതുതന്നെയാണ് പിണറായി വിജയൻ. CPIM-ന്റെ രാഷ്ട്രീയം ഏറ്റവും ശക്തമായും ആശയക്കുഴപ്പമില്ലാതെയും വിളിച്ചു പറയുന്നതിന്റെ പേരിൽ എതിരാളികളുടെ ആക്രമണത്തിന് ഏറ്റവുമധികം വിധേയനായ നേതാവ്. പക്ഷേ ആ ആക്രമണങ്ങൾക്കൊന്നും ആ വീര്യത്തെ തെല്ലും കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ഭരണാധികാരി എന്ന നിലയിലും പിണറായി വിജയൻ കരുത്ത് തെളിയിച്ചു. ചടയൻ ഗോവിന്ദന്റെ മരണശേഷം പിണറായി വൈദ്യുതി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഒരു വലതുപക്ഷ മാധ്യമം എഴുതിയത് ഇങ്ങനെ: അല്പം അസാധാരണമായ ഒരു മന്ത്രിമാറ്റമാണ് കേരള മന്ത്രിസഭയിൽ നടക്കുന്നത്. നായനാർ മന്ത്രിസഭയ്ക്ക് നഷ്ടമായത് മികച്ച ഒരു പ്രതിഭയെ. ഏറെ ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി അദ്ദേഹം നയിച്ചത് 1.5 പതിറ്റാണ്ടിലേറെ കാലമാണ്. വലതുപക്ഷ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളാകെയും പത്മവ്യൂഹം തീർത്ത് കടന്നാക്രമിച്ചപ്പോഴും തളരാതെ പതറാതെ പൊരുതി മുന്നേറിയ യോദ്ധാവാണ് പിണറായി വിജയൻ. വർഗീയതയുയർത്തുന്ന വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളമെന്ന മതേതര തുരുത്ത് സംരക്ഷിക്കപ്പെടാൻ ഈ കരുത്ത് നമ്മോടൊപ്പമുണ്ടാകും. ഒപ്പം ഭാവി കേരളത്തിന്റെ വഴികാട്ടിയായി.